ആളെ വെയിറ്റിനനുസരിച്ചാ കൊടുത്തത്. അതാ കുളിച്ചു മാറ്റി. ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ് കേട്ടോ. പിന്നെ പള്ളി പോവാൻ വേണ്ടി പോവാണ്. ഇതാ എന്താണ് പരിപാടി? ഒരാൾക്ക് രാവിലെ തന്നെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അങ്ങനെ നമ്മുടെ സൈബ വന്നിട്ടുണ്ട്. യോ ഇതാണ് കേട്ടോ സൈബ. നേരക്കുന്ന എന്താ മേക്കപ്പ് ഉണ്ടോ? ഓക്കെ പൈസ ഉറപ്പാ? ഓക്കെ. റാഷിയ എന്താണ് ചായക്ക്? അതും സമൂസ? അഗൈൻ സമൂസാണ്. റാഷിദ പള്ളി പോണേന്റെ ഒരു ഇതിലമ്മ എന്താ അവസ്ഥ? പലഹാരങ്ങൾക്ക് ഓരോന്നും ഇതാ. ഇറച്ചി കേക്ക് ഉണ്ട്, സമൂസ ഉണ്ട്, വേറെ എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും കുറെ പരിപാടി അവിടെ ഉണ്ട്. നമ്മളെന്തായാലും പള്ളിയിൽ പോയിട്ട് വരട്ടെ. അപ്പോത്തിന് ഇന്നലത്തെ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങള് കണ്ടോളി. എന്താ ചെയ്യുന്നത്? എത്ര നേരത്തെ ക്യൂവിന് ശേഷമാണ് കിട്ടിയത്? ബീഫിനുള്ള വരിയാണ് ഞാൻ വാങ്ങൂല. എന്നോട് ബീഫ് വാങ്ങാൻ. ബീഫ് പറ്റില്ല, ബാക്കി എല്ലാതും മീനും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ടുപോവാ. എന്തായാലും പെരുന്നാളിന് ബീഫ് വേണ്ട, അത് ഇവിടെ നടക്കുള്ളൂ. ചെലപ്പോ നമ്മള് വാങ്ങാത്തോണ്ട് നമുക്ക് അറിയാത്തായിരിക്കും. നോർമലി ചിലപ്പോ അത്ര തിരക്കുണ്ടാവുമായിരിക്കും. അല്ല, പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ബീഫ് വാങ്ങും. പിന്നെ റാഷിയാണ് ആ ചുമതല ഏറ്റെടുത്തിരുന്നത്. പിന്നെ ഇടയിൽ ഇപ്പ അതെ. അതുകൊണ്ട് ഇന്ന് പോയപ്പോ ശരിക്കും പെട്ടു. നല്ല സ്മോൾ സ്ലൈസസ് ആക്കി കേട്ടോ. ഓക്കെ. എനിക്ക് നാളെ പെരുന്നാളിന്റെ അന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം, ഒരുപാട് കഴിക്കണം. കുടുംബത്താറ് നോമ്പ് ഉണ്ടാവൂലേ? അതെ 30 നോമ്പ് നോറ്റിട്ടേ കുടുംബത്താറും കൂടി നോക്കാനുള്ള അതിനെ കൊണ്ട് വന്ന് നാളെ ഫുള്ള് വയറ് വെച്ച് കഴിക്കും. ഇത്രയും ദിവസം നോമ്പ് മറ്റേന്റെ ഒരു ഇത്. ഇനി ഇത് കഴിഞ്ഞിട്ടേക്ക് നാളെ കൂടി ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുടുംബത്താറിന്റെ നോമ്പ് കൂടി എടുക്കണം. അല്ലാ ഫുഡ് വേഗം ഒന്ന് തീർക്കട്ടെന്ന്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പേരേല് പോവാണ്ട് കണ്ട. ഒരു വീട്ടില് നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയും ഒക്കെ ഒരു ബുദ്ധിമുട്ടരുത് വിചാരിച്ചിട്ട് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കുമ്പോ ഒരു പറഞ്ഞത് നമ്മളെ കളിയാക്കണല്ലേ. നമുക്ക് തന്നെ കിട്ടണം. എന്നാലും കണ്ടില്ലേ ആ സങ്കടം മാറാത്ത വീട്ടില് ഉണ്ടാവുമല്ലോ. മറ്റേ സീരിയലിലൊക്കെ പറയൂലേ സങ്കടം മാറാത്ത നടി. അതേപോലെ തന്നെ ആ സങ്കടം ഒരിക്കലും മാറാത്ത ഒരു പണി കുറച്ചും അല്ല ഇത് കുറച്ചും കുറഞ്ഞു. പണി കൂടുതൽ കൊടുക്കുക. നേരെ തിരിച്ചാ ഡയലോഗ് കൂടുതലും അതെടുക്കണോ? അത് കട്ട് ചെയ്യ്. നല്ല മൂർച്ചുള്ള കത്തിയാണ്. അതിപ്പോ ഇവിടെ പറയാൻ പറ്റാത്തതിനുണ്ട്. അതുവരെ മുറിയാത്ത കത്തിയാണ്. എവിടെ എന്തായി? എന്തായി താത്ത? എന്റെ കൊല്ലത്തിലാ? ഞാൻ നേരത്തെ അധികം കഴിച്ചില്ലേ, അതുകൊണ്ട് 2 വർഷം കഴിക്കാം. ഈദ് മുബാറക്. ഈദ് മുബാറക്. അല്ല നിങ്ങളെ വേറെ ഡ്രസ്സോടെ? ഇതന്നെ മാക്സി അല്ലേ എന്റെ ഒരു ചുരിദാറുണ്ട്. അതിപ്പോ എവിടേക്ക് പോവാനാണ്? അതെ പോകുമ്പോഴാണ്ടില്. പണി കഴിയട്ടെ. ഓക്കെ. എപ്പോഴാണ് നിന്റെ പെണ്ണുങ്ങള് മാറ്റണേ? അതാവണുള്ളൂ. കൊടുത്തതാ ഓൾറെഡി അല്ലേ? ഒന്നുകൂടെ
ഇത് പിന്നെ പൈസ തരട്ടോ. ഇപ്പന്റെ വക പെരുന്നാൾ പൈസ. ഞാൻ എന്നോട് പറഞ്ഞേ എന്റെ വക 500 റുപ്യ പെരുന്നാളിനുണ്ടാവും. എവിടെ സൈബന്റെ വക പെരുന്നാൾ പൈസ അടുത്ത് പക്ഷെ 500 കിട്ടി എനിക്ക്. അനക്ക് കിട്ടിയാ സൈബന്റെ വക? എനിക്കായില്ല. എന്തെങ്കിലും എടുക്കായിരുന്നില്ലേ? ഓ 1500 ഉറുപ്പ്യ ഇട്ടിട്ട് സിംഗി അനക്കുള്ള അനക്ക് കൂടി 500 ഉറുപ്പ്യാണ് സൈബനൊക്കെ. 1500 ഇപ്പൊ കിട്ടിയാ എനിക്ക്? ഓ എനിക്ക് 2000 കേട്ടോ പ്ലീസ്. 2000 കൊണ്ട സൈബ. അതാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത്. സൈബ കൊടുക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള നോട്ടല്ലേ സൈബ? ആ ട്രെൻഡ് ഔട്ട് അല്ലേ, എക്സ്പെൻസീവ് ആണല്ലേ? ആ ഫുള്ള് എക്സ്പെൻസീവ് ഗിഫ്റ്റുകളാണ്. അതാ കണ്ടാ. ആർക്കൊക്കെ വേണ്ട വെച്ചാ കമന്റ് ചെയ്തോളി. ഓർക്കൊക്കെ കൊടുക്കൂല സൈബ. 500 2000 അല്ലേ വരുന്നവർക്ക് കൊടുക്കും. ആർക്കും എന്തോ വാരിക്കോരി കൊടുക്കും. 100 200 20 50 എല്ലാം ഉണ്ട് അല്ലേ? ഓ പൈസക്കാർക്ക് തന്നെ സെറ്റ്. സിംഗിതാത്ത നോക്കട്ടെ പെരുന്നാൾ ഡ്രസ്. ഈദ് മുബാറക്. കൊള്ളാലോ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എല്ലാരും കമന്റ് ചെയ്യ എങ്ങനെയുണ്ട് സിംഗിന്റെ ഈ ലുക്ക് എന്നുള്ള അല്ലേ? അതെ സിമ്പിൾ അല്ലേ എപ്പോഴും രസം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നിനക്ക് നല്ല മാച്ചിങ് ഉണ്ട് ഇത് ഈ കളറ്. ജയ്ബാ ഇതെന്താ മീൻ പൊരിച്ച ചെയ്യുന്നതിന്? പിന്നെന്താ ഫ്രണ്ടില്ലാതെ വെച്ചാണ്? പ്ലേറ്റ് വേണ്ട എന്നാ പ്ലേറ്റ് എന്നാ. ബീഫുണ്ട്, കൂന്തലുണ്ട്, ചെമ്മീനുണ്ട്, മീൻ പൊരിച്ചുണ്ട്, ബിരിയാണി ഉണ്ട്. ഫോട്ടോ എടുക്കാം. ഓക്കെ അപ്പൊ ഇതാ കുഞ്ഞത്താത്ത പോവാ. ഉമ്മന്റെ ഡിഷുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മന്റെ ഡിഷും പോവാ. നിങ്ങള് വരുന്നില്ല? അല്ല വരി. ഇപ്പൊ അതിനവിടെ ഇവിടെ അവിടേക്ക് പോയതല്ല. അന്നങ്ങള് വരി, നമുക്ക് ഒന്നിച്ച് പോയി തരാ. പറഞ്ഞിട്ടാ പോരാ. ഓക്കെ എന്നാ ശരി ബൈ. അപ്പൊ നമ്മളൊന്ന് അമ്മായിന്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം അല്ലേ മറിയും? ഇവരെ ഏതായാലും അവിടെ ഇതാക്കാനുണ്ട്, പിന്നെ നമുക്കൊന്ന് അവിടെ കേറാനും ഉണ്ട്. അമ്മായിന്റെയും ആപ്പന്റെയും അവിടെ ഒന്ന് കേറാം. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഓക്കെ ഈദ് മുബാറക്. കൊള്ളട്ടോ. എന്റെ കാതിലത്തെ എവിടെ? കാതിൽ ഓളക്കാട്ടി വലിപ്പുള്ള കാതിലത്തല്ലേ? അങ്ങനെ അതെ തട്ടൊക്കെ ഇട്ടിട്ടില്ലേ? സെന്നന്റെ തല കാണുന്നില്ലെങ്കിലും കാതിലത്തെ കാണുന്നുണ്ട് അല്ലേ? കൊള്ള. എന്നാലും ഈ തൂക്കി സെന്ന പറയാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെരുന്നാള് ഓള് തൂക്കി. അതെ ഇതെന്താണ്? ഇതുകൊണ്ടാണ് മറ്റേ നമ്മുടെ എന്താ പറയാ ഓൺലൈൻ ജ്വല്ലറിക്കാരൊക്കെ ജീവിച്ചു പോകണം. ഇങ്ങനത്തെ കുറെ കസ്റ്റമേഴ്സ് ഉള്ളതിനെ കൊണ്ടാണ്. ഒന്ന് മേടിക്കുന്നോടത്ത് 5 10 മേടിക്കുന്നുണ്ട്.
ഭാഗ്യം. അല്ല നീ അങ്ങനെ ഒന്നും ഇല്ല, ഇടുണ്ട്. എനിക്ക് ഉണ്ട്, ഊരി വെച്ചതാണ്. ഞമ്മക്ക് ഈ വലിയ ഇതൊന്നും ഇഷ്ടമൊന്നും ഇല്ല, വലിയ താല്പര്യമൊന്നും ഇല്ല അല്ലേ? ആരെ ആരെ ഇവളല്ലേ? അതെ, അല്ലല്ല, ഓൾക്കിത് കൊടുത്താ മതി. ഓൾക്കിത് സ്വർണ്ണം വേണ്ടല്ലോ. ഇതേമാതിരി ഫാൻസി പോയിട്ട് കുറച്ച് കമ്മല്, വാള, മാല. ഓളോട് പറഞ്ഞേക്ക് പവന് നോക്കണ്ട, കിലോ കണക്കിന് കൊടുക്കാറേക്ക്. നമുക്ക് കവറിലാക്കി കൊടുക്കടി. ആ അടി കവറിലാക്കി കൊടുക്ക, എന്നാലും വരുള്ളൂ ഒരു 20,000 30,000 വരുള്ളൂ. തൂക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ ട്ടാ, ഹാപ്പി ആയില്ലേ ഈ? സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല. ഓക്കെ, അപ്പൊ എല്ലാരും പെരുന്നാൾ പൈസ തന്നോളി അല്ലേ മറിയൂ? പെരുന്നാൾ പൈസ അല്ലോ അല്ലോ പ്രശ്നമായല്ലോ. പെരുന്നാൾ പൈസ ഉണ്ടോ? പെരുന്നാൾ പൈസ എന്തായാലും ഇതൊക്കെ മുതലാവണമെന്നില്ലേ? പക്ഷെ അനക്ക് ഇവിടെ മാത്രം ഞാൻ ഒഴിവാക്കി പ്രാവശ്യം. ഇവിടെ ഒഴിവാക്കി അല്ലേ അല്ലേ റാഷിയ മറിയൂ? ഇവിടെ ഒഴിവാക്കി. അല്ല എനിക്ക് കൊറേ മാലയും മാള് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്റെ കയ്യിലിട്ടാ. അതെ, അതാണ് അതാണ്. റാഷിയ അപ്പൊ എന്തായാലും ആ ലോറി ലോറി അല്ല റാഷിയ അന്നെ ഏൽപ്പിച്ച അതുണ്ടല്ലോ, ഞാൻ പെരുന്നാൾ പൈസ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഏൽപ്പിച്ചില്ലേ? അത് കൊടുത്താൾട്ടാ, അത് കൊടുത്താളിട്ടാ. ആ അടുത്ത് കൊടുക്കും. പക്ഷെ അതൊന്ന് ഡീൽ ചെയ്തേക്കിട്ടാ. ചെല്ലി കൊടുത്തേക്ക് എല്ലാവർക്കും. എത്രാന്ന് വെച്ചാ എടുത്ത് കൊടുത്തു. അല്ല കൊടുത്തേക്ക്. അല്ല അന്നെ ഏൽപ്പിച്ചില്ല രാവിലെ ഞാൻ ഒരു കെട്ട്. ഈ ഗൂഗിൾ പേ ആയാലും കൊടുക്കാതെ രാവിലെ പറഞ്ഞത്. എങ്ങനെ എടാ ഇനി എനിക്ക് തന്നിട്ടില്ലല്ലോ അതല്ല പെരുന്നാൾ പൈസ എനിക്ക് തന്നിട്ടില്ലല്ലോ. അതല്ല ഈ അന്ന രാവിലെ ഓൻക്ക് ഞാൻ 500ന്റെ ഇത്ര വലിയ കെട്ട ഏൽപ്പിച്ച. ഈ കെട്ട ഏൽപ്പിച്ച പോകാൻ പറഞ്ഞത് പൈസ ഇല്ലെങ്കിലും ഗൂഗിൾ പേയിലെങ്കിലും കെട്ടി 500 കെട്ട ഏൽപ്പിച്ചെന്നാ പറഞ്ഞത്. 500ന്റെ കെട്ട ഏൽപ്പിച്ച് കൊറേ ആൾക്കാര് കൊടുക്കാണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഓനെ ഇവിടെ നിർത്തിക്കോ. അതെ, ഒരു നിർബന്ധവും ഇല്ല വിടണമെന്ന്. ലാഭാണ്. ഇല്ല ഒരു നിർബന്ധമില്ല. ലാഭാണ്. എങ്ങനെ ലാഭം? വേണ്ട, ഫാനും AC ഇല്ലാത്ത റൂമിൽ ഇടുക. അപ്പൊ തന്നെ എനിക്ക് എന്താ വേണ്ടി വെച്ചോ തരും. 5 മിനിറ്റ് ഇട്ടാ മതി. ഫാനായാലും മതി 5 മിനിറ്റ്. അത് രാത്രിയാണ് ഏറ്റവും ബെറ്റർ. അങ്ങ് കിട്ടും. അല്ല ആകെ നമ്മളെ പുറയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഓളായോണ്ട് ഓൾക്ക് ഭാഗ്യം ഇല്ല കിട്ടിയത്. ഇത്രയും നല്ല പൈസ ഗൂഗിൾ പേ അടിക്ക് ഇങ്ങോട്ടും തരണട്ടാ. ഇങ്ങോട്ടും തരണേ. ഗൂഗിൾ പേ അടിക്ക് ഇടിക്ക് അപ്പനോട് അത് കഴിഞ്ഞിട്ട് അപ്പനെ പിടിക്കും. ഞാൻ കൊടുക്കണ്ട. ആളെ വെയിറ്റിനനുസരിച്ചാ കൊടുക്കുന്നത്. ഓ അത് കൊള്ളാട്ടാ. വെയിറ്റ് കൂടുതലുള്ളവർക്ക് കുറഞ്ഞ പൈസ കൂടുതൽ പൈസ. അത് പടിപാടിട്ടാ. അത് നോക്ക്, ഈ ചെറുത് വരെ അതില് ഹാപ്പി ആയി എന്നുള്ളതാണ്. ഒരാളുള്ളൂ ഒരാൾക്ക് പൈസ. ആ ഡീൽ ചെയ്ത കാര്യം ഡീൽ സ്കാനർ ഇവിടെടുത്തുണ്ടല്ലോ. സ്കാനർ പെരുന്നാൾ പൈസ കണക്കൊന്നും ചോദിക്കുന്നില്ല. ഇവിടെ അടുത്തുണ്ട് സ്കാനർ.
തരാറിഞ്ഞപ്പോ ആൾക്ക് അഹങ്കാരോ. അപ്പൊ എല്ലാരും സെറ്റ് അല്ലേ? ഓൾ സെറ്റ്, ഓൾ ഹാപ്പി. നോക്ക് ഇവിടെ പിടിച്ചാ മതി കേട്ടോ, അവിടെ പിടിച്ചാ മതി, അവിടെ പിടിച്ചാ മതിയോ? എന്റെ സ്കാനർ കാണിച്ചു കൊടുക്കട്ടോ. എന്റെ സ്കാനർ മനു സൈബ, എന്റെ സ്കാനർ എവിടെ? സൈബ ഓൾറെഡി നേരത്തെ അവിടുന്ന് പറഞ്ഞിക്കണേ, ഇത് ഇത് തന്നിട്ടില്ലല്ലോ എടാ. അത് സൈബക്ക് രാവിലെ തന്നെ എത്ര തന്നെ അറിയോ? സൈബ എത്ര തന്നെ അറിയോ? അത് റെഡിയാക്കാൻ നമുക്കറിയാം. അല്ല സൈബ എത്ര തന്നെന്ന് ചോദിച്ചു. സൈബ എത്ര തന്നെ? എത്ര? കണ്ട എനിക്ക് തന്നതാ. കൊണ്ടതില്ലേ ഈ സൈബ? കൊണ്ടതില്ലേ? എനിക്ക് കിട്ടിയതുണ്ടോ നോക്കട്ടെ, എനിക്ക് കിട്ടിയുണ്ടോ? എന്താ സൈബ പറഞ്ഞേ? സൈബ എന്താ പറഞ്ഞ? അവിടെ ഒറ്റ മിനിറ്റ് മിണ്ടായിരിക്കും. സൈബന്റെ പെരുന്നാൾ പൈസ എത്ര എന്നുള്ളത് നമുക്ക് കേട്ടോ. ആ സൈബ എത്ര? ഇവർക്ക് വീട്ടിലേക്ക് വന്ന എത്ര കൊടുക്കാം ഓരോരുത്തർക്ക്? വീട്ടിലേക്ക് വന്നാൽ ഓരോരുത്തർക്ക് 2000. ആ അല്ലത് സത്യാട്ടോ, സത്യാട്ടോ. എനിക്ക് കിട്ടിയതാ, എനിക്ക് കിട്ടിയതാ, കിട്ടിയതാ. 2 രൂപ 2000. അതെ അതെ 2 രൂപ എന്നല്ല, 2000. നല്ല പെടക്കണ ചോന്ന 2000 രൂപ. ഇനിയിപ്പൊ 500 വേണമെങ്കിൽ 500 തരൂല്ലേ? ഇനി 2000ന്റെ ഒറ്റ നോട്ട് വേണ്ടെങ്കിൽ 500 വെച്ചും തരും. ആ 500-നാവുമ്പോ 1500 രൂപ തരുള്ളൂ കേട്ടോ ഒരാൾക്ക്. എടി ഒരാൾക്ക് 1500 രൂപ തരും. ആ എടുക്കൂ, പറ്റിക്കൂല കാര്യം. അപ്പ അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ലല്ലോ. അപ്പ ഓൾക്ക് കളർ വ്യത്യാസമുള്ള പെരുന്നാൾ പൈസന്റെ നോട്ട് കൊടുത്ത്, ഇവൾക്ക് വേറെ വ്യത്യാസമുള്ള നോട്ട് കൊടുത്ത്. അതെന്താണ് അപ്പ? ആ പിന്നെ ആപ്പ കണ്ടില്ല, 4 കുട്ടികളുണ്ട്, 2 പേരല്ല ആണോ? ആപ്പക്കത് മാറിയതാ. ഇവനാ വലുതായിട്ടുള്ളത് കണ്ടില്ലേ? ചെറുത് ഞാനാണ്. 4 കുട്ടികളുണ്ട്, 2 പേരല്ല ആണോ? ആപ്പക്കത് മാറിയതാ. ഇവനാ വലുതായിട്ടുള്ളത് കണ്ടില്ലേ? ചെറുത് ഞാനാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതാ റെഡി ആയിട്ട് ഞാൻ ഈ ഷർട്ട് മാറ്റും, അടിപൊളി ഷർട്ട് ഇടും, പക്ഷെ ഇതിലിട്ടില്ല, അടുത്ത ഇതാക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇതാ നമ്മുടെ ഇപ്പൊ ഫാമിലി ടൈംസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ് അല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ എന്തായാലും ബൈ. നിങ്ങള് ലൈക്കും കമന്റും അതൊക്കെ നിങ്ങൾ ചെയ്യുമല്ലോ. എന്തായാലും നമ്മള് വെറുതെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്തേക്കാം അല്ലെ? കമന്റ്. പിന്നെ നമ്മളിൽ ആരാണ് രസമായിരുന്നു എന്നുള്ളതും കമന്റ് ചെയ്യാം. ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ എനിവേ ബൈ.